എന്തൊക്കെയൊക്കെയോ ട്രൈ ചെയ്ത് ചേച്ചി ഒന്നിനും ഒരു റിസൾട്ട് ഇല്ല എന്ന് പരാതിയുള്ളവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ അടിപൊളി ഹെയർ കെയർ ചാലഞ്ച് തന്നെയാണിത്. നല്ല തിക്ക് ഹെയർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഹെയർ കെയർ ചാലഞ്ച്. ഈ റോസ്മെരിയൊക്കെ എന്നോട്ടാണ് വൈറലായത്? ഇന്നലെ തൊട്ടല്ലേ. പക്ഷെ അതിനൊക്കെ എത്രയോ വർഷത്തിന് മുന്നെയാണ് ഞാൻ എൻ്റെ ഈ മുടി നന്നായിട്ട് ട്രാൻസ്ഫോം ചെയ്തെടുത്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ സ്വന്തം വീട്ടിൽ സ്വന്തം അടുക്കളയിലുള്ള ഒരു ചെറിയ പൊടിക്കൈ സാധനമാണ്. പിന്നെ എൻ്റെ മുടിയുടെ തുമ്പൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. അത് പലയിടത്തായിട്ട് ഇങ്ങനെ അവിടെ എവിടെയും കയറി ഇറങ്ങിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഏതായാലും ഞാൻ ഹെയർ പാക്കാണ് കാണിക്കുന്നത്. നന്നായിട്ട് കഴുകി വെച്ച ഉലുവയാണ്. അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പൊടിക്കൈ സാധനമാണ് തേയില. എല്ലാവരെയും വീട്ടിൽ കാണുമല്ലോ, എല്ലാ ഇന്ത്യക്കാരുടെയും വീട്ടിൽ എന്തായാലും കാണും. അത് നന്നായിട്ട് തിളപ്പിക്കുക. കുറച്ച് വെള്ളത്തിനാണെങ്കിൽ കൂടുതൽ തേയില വേണം. അപ്പോഴേ നമുക്ക് നല്ല കടുത്ത കളറിൽ കിട്ടുള്ളൂ. അത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ഊറി ആ ഒരു കടുപ്പം വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇതുപോലെ ചെമ്പരത്തിയുടെ മൊട്ട്, ആ പച്ച കളർ സാധനം കളഞ്ഞിട്ട് വേണം ചെമ്പരത്തിയുടെ മൊട്ട ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട്. വെള്ളിലെ താളി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ അതാണ് ഇടണമെങ്കിൽ തിളപ്പിക്കേണ്ട. ഇപ്പം എന്തായാലും ഇങ്ങനെ തിളച്ച് ഊറി വരുമ്പോൾ വെള്ളം ഇത്തിരി കുറുകും. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് ഞാൻ കൊടുക്കുകയാണ്, കാരണം അരയ്ക്കാൻ പാകത്തിന്. എല്ലാം തിളപ്പിച്ച് എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കിങ്ങനെ ഡാർക്ക് ബ്രൗൺ, നല്ല ഡാർക്ക് കളറിന് കിട്ടണം. അപ്പോഴേ നമുക്ക് നന്നായിട്ട് മുടിയിൽ എഫക്റ്റ് ആവത്തുള്ളൂ. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അരച്ചെടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുമാതിരി നമ്മൾ ഈ പിള്ളേർക്ക് കൊടുക്കുന്ന കൂരവില്ലേ, അതിൻ്റെ പരുവത്തിന് എത്തുമ്പോഴത്തേനും നമുക്കിങ്ങനെ തലയിൽ ഉപയോഗിക്കാം. മിക്സിയിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു തേയിലയുടെ പരിപരിപ്പ് അങ്ങ് മാറിക്കണം. അപ്പോൾ എന്തായാലും ഹായ് ഹലോ, ദിസ് ഇസ് സാലി ഹിയർ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാലഞ്ചിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ഇതുവരെയുള്ള ഹെയർ പാക്കൊക്കെ നിങ്ങൾ ചെയ്തായിരുന്നോ? ചെയ്തില്ലെങ്കിൽ ഓടിപ്പോയി ചെയ്തോ കേട്ടോ, നന്നായിട്ട് എഫക്റ്റ് ആവും. നമ്മുടെ തിക് ഹെയർ ചാലഞ്ചിന്റെ എല്ലാ ഹെയർ പാക്കും ഇടുന്നതിന് മുന്നേ ആയിട്ട് മുടിയുടെ തുമ്പറ്റം വരെ നന്നായിട്ട് ഓയിൽ ചെയ്തേക്കണം. ഓയിലിംഗ് ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിലും നന്നായിട്ട് ഓയിൽ ചെയ്തേക്കണം. ഈ പ്രത്യേകിച്ച് ഫ്രിസി ഹെയർ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഓയിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നന്നായിട്ട് ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഓയിൽ ചെയ്യണം എന്നുള്ള അത്യാവശ്യമൊന്നുമില്ല. കാരണം ഉലുവയാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതെന്തായാലും മുടി നന്നായിട്ട് ഡ്രൈ ആക്കും. പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓയിൽ ചെയ്യണമെന്ന് നിർബന്ധമായിട്ടും പറയണത്. മിക്കുള്ളവർക്കും ഡെയിലി മുടിയിൽ ഓയിൽ ചെയ്യുന്ന ശീലമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പിന്നെ ഞാൻ ഡെയിലി ഓയിൽ ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് അതൊന്ന് ഫോളോ ചെയ്തിരിക്കണം. പിന്നെ ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ മാത്രം ഇട്ടാൽ ഉള്ളിലോട്ട് ഹെയർ പാക്ക് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ സെക്ഷൻ എടുക്കുമ്പോൾ ചെയ്യണമെന്ന് എപ്പോഴും പറയാറ്. ഒരു ചെറിയ സെക്ഷനിൽ നമ്മൾ നന്നായിട്ട് ഇതുപോലെ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ജെന്റിലായിട്ട് പതിയെ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ മുടിയിൽ നന്നായിട്ട് ഈ മാസ്ക് എത്തിയെന്ന് ഉറപ്പ് വരും. പിന്നെ ഈ മസാജ് ചെയ്യുമ്പോൾ ചെറിയൊരു ചൂടും കൂടെ നമ്മൾ തലയിൽ കിട്ടും. അപ്പോൾ അത് കാരണം നമുക്ക് ആ മാസ്ക് നന്നായിട്ട് എഫക്റ്റ് ആവുകയും കൂടെ ചെയ്യും. കുറേ പേരുടെ ഒരു വലിയ പ്രശ്നമാണ് ഒരു സൈഡിൽ ഉള്ളു കൂടുതൽ, ഒരു സൈഡിൽ ഉള്ളു കുറവ്. പിന്നെ സൈഡ് പാർട്ടീഷൻ എടുക്കുമ്പോഴാണെങ്കിലും ഈ ഒരു പ്രശ്നം. ഞാൻ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞില്ലായിരുന്നു എൻ്റെ മുടിയുടെ തുമ്പൊന്ന് ശ്രദ്ധിക്കുക, കുറച്ചൊന്ന് കയറി ഇറങ്ങിയൊക്കെയാണ് ഇരിക്കുന്ന, ഒരേ ലെവലല്ലാന്ന്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം മുടി നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെയൊക്കെ തന്നെയാണ് എല്ലാവർക്കും ഇരിക്കുന്നത്. ചെറുതായിട്ട്, ഭയങ്കരമായിട്ട് അറിയാൻ പറ്റില്ല, ചെറുതായിട്ട് കയറി ഇറങ്ങിയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഉള്ളിൻ്റെ കാര്യം, ഒരു സൈഡ് കൂടുതൽ ഒരു സൈഡ് കുറവും. ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഹെയർ ഫോളിക്കിൾസ് ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് മുടി വളരുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് എല്ലാം ഒരുപോലെ അല്ല പ്രവർത്തിക്കുന്നത്. ചിലതിന് ഇത്തിരി ഊർജ്ജം കൂടുതലായിരിക്കും, ചിലതിന് ഇത്തിരി ആക്ടിവിറ്റി കുറവായിരിക്കും. അപ്പോൾ നല്ല ആക്ടിവിറ്റി കൂടുതലുള്ള ഫോളിക്കിൾസ് മുടി നന്നായിട്ട് വളർത്തും. ആക്ടിവിറ്റി കുറവുള്ളവർ മുടി ഒട്ടും വളർത്തത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ മുടി ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നതും ഉള്ളു കൂടുതലും കുറവായിട്ടിരിക്കുന്നത്. പിന്നെ ചിലവർക്ക് തലയൊട്ടിയുടെ ചില ഭാഗങ്ങളിലൊന്നും മുടി കാണത്തില്ല, അങ്ങനെയൊക്കെ വരത്തില്ല. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഹെയർ ഫോളിക്കിൾസിൻ്റെ ആക്ടിവിറ്റി ഇങ്ങനെ പല രീതിയിലാവാൻ പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഹോർമോണലായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഒരു സൈഡ് മാത്രം ചരിഞ്ഞ് കിടന്ന് ഉറങ്ങത്തില്ലേ, ഒരു സൈഡ് മാത്രം തലയാണയിൽ പറ്റി പിടിച്ച് കിടന്ന് ഉറങ്ങും, അതുകൊണ്ടും ആയിരിക്കാം. ഇതിൽ ഹോർമോണൽ ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ നല്ലൊരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഇന്റേണലി ഉള്ള പ്രോബ്ലംസ് ഒക്കെ മാറ്റുക. ഇന്റേണലി പ്രോബ്ലം ഉണ്ടെങ്കിൽ മുടി വളരത്തില്ല. ഇനി അതല്ലാത്ത ഏത് പ്രശ്നവും നമുക്ക് ഇതുപോലെ മാസ്കും മസാജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് മാറ്റം എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർ നന്നായിട്ടൊന്ന് ഈ ഹെയർ മാസ്ക് ഒക്കെ ഫോളോ ചെയ്യണം. പിന്നെ സൈഡ് പാർട്ടീഷൻ എടുക്കുന്നവർക്കാണ് ഈ പ്രശ്നമെങ്കിൽ നിങ്ങൾ അത് ഉടനെ മിഡിൽ പാർട്ടീഷൻ ആക്കിയിട്ട് ഈ ഹെയർ മസാജും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ മതി, പെട്ടെന്ന് മാറും. എനിക്കും അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനും കുറേ വർഷം സൈഡ് പാർട്ടീഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇതുപോലെ ഈ ഉള്ളിൻ്റെ ഒരു ഡിഫറൻസ് വന്നു, ഒരു സൈഡിൽ കൂടുതൽ ഒരു സൈഡിൽ കുറവ്. പിന്നെ ഞാനത് നടുക്ക് വകുപ്പാക്കി എടുത്ത് മുടിയുടെ തുമ്പും കുറച്ച് വെട്ടി ഹെയർ മാസ്കും കാര്യങ്ങളും ഇട്ട് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് സെറ്റായത്. അത് പെട്ടെന്ന് മാറും കേട്ടോ, ഈ ഒരു സൈഡിലെ പ്രശ്നങ്ങളൊക്കെ. പിന്നെ ഈ മാസ്ക് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉലുവയും തേയിലയും നല്ലതുപോലെ വേണം. തേയിലയുടെ വെള്ളം നല്ലതുപോലെ കട്ടിയായിരിക്കണം, നല്ലപോലെ ബ്രൗൺ കളർ ആയിരിക്കണം. പിന്നെ ഈ ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് ഇത്ര ദിവസം ആയപ്പോഴത്തേന് എൻ്റെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു കേട്ടാ. ഞാൻ ഈ ഹെയർ ചലഞ്ച് തുടങ്ങിയത് തന്നെ എനിക്ക് കഴിഞ്ഞ 2 മാസം ഹെയർ പാക്ക് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നല്ല മുടി കൊഴിച്ചിൽ തുടങ്ങിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ പെട്ടെന്നൊന്ന് ഹെയർ ചലഞ്ച് ചെയ്യാം, അപ്പോൾ എൻ്റെയും മുടി ഒന്ന് ബെറ്റർ ആവുമല്ലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ ചെയ്തു തുടങ്ങി. ഇപ്പം 4ാമത്തെ മാസ്ക് ആയപ്പോഴത്തേനും ഏറെക്കുറെ എൻ്റെ ഹെയർ ഫോളൊക്കെ കംപ്ലീറ്റ്ലി നന്നായിട്ട് മാറി. ഇപ്പോൾ ഒരു മുടിയല്ലേ കൊഴിഞ്ഞുള്ളൂ. ഇത് അവസാനിക്കാറാകുമ്പോൾ കുറച്ചും കൂടെ കൊഴിഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ കാണിച്ചു തരാം. ബാക്കി വന്ന മാസ്ക് നിങ്ങൾക്ക് എവിടെയാണോ ഉള്ളു കുറവ് അവിടെ തൊട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുക. ഈ മാസ്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ താളിയോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഷാമ്പൂ ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി ചെമ്പരത്തിയുടെ മൊട്ട് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരു താളിയുടെ എഫക്റ്റ് ഒക്കെ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ താളി ഇട്ട് ഷാമ്പൂ ഇട്ട് കഴുകേണ്ടതൊന്നും ആവശ്യമില്ല. വെള്ളില താളിയാണ് നിങ്ങൾ ചെമ്പരത്തി പരം ഉപയോഗിക്കണമെങ്കിൽ എന്നാലും ഷാമ്പൂ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ മാസ്ക് മുടിയുടെ തുമ്പിലും നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട് കേട്ടോ, ഒരു സിൽക്കി സ്മൂത്ത് എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ എൻ്റെ റിസൾട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മൊത്തത്തിൽ എനിക്ക് 3 മുടിയാണ് കൊഴിഞ്ഞിരിക്കുന്നത്. മൊത്തം ഈ ഹെയർ മാസ്ക് ഇട്ടിട്ട് ഓടൊക്കെ കറുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മൊത്തത്തിൽ 3 മുടിയേ കൊഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മുടി ഒഴിച്ചിലൊക്കെ മാറ്റണമെന്നുള്ളവരാണെങ്കിൽ ഹെയർ ചാലഞ്ച് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. നിങ്ങൾ ഏത് മാസ്ക് ആദ്യം ഇട്ടു എന്നുള്ളതൊരു വിഷയമല്ല, പക്ഷേ ഇതിൻ്റെ കാണിച്ചിരിക്കുന്ന എല്ലാ മാസ്കും നിങ്ങൾ ഇട്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മാസ്ക് 15 മിനിറ്റൊക്കെ മുടിയിൽ ഇട്ടിരുന്നാൽ മതി കേട്ടോ, ഒരുപാട് നേരം ഒന്നും ഇടണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.